അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അതിനാരും റെസ്പോണ്ടൊന്നും ചെയ്തില്ല. സാരല്ല, സങ്കടമല്ല, പോട്ടെ. അല്ലെങ്കിലും നമ്മൾക്ക് അതൊക്കെ അത്ര തന്നെ വിചരിച്ചിട്ടുള്ളൂ. പോട്ടെ. അപ്പം അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ആയി. ഡോക്ടറുടെ കയ്യബദ്ധമൊന്നും പറയാൻ പറ്റൂല. ഡോക്ടർ വന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലൈസ്ഡ് എന്താ പറയുക, MES എന്നുള്ള ഒരു 4 ദിവസത്തെ കിടപ്പിലും ഉണ്ടല്ലേ, മോളൊപ്പം സംസാരിക്കും. 4 ദിവസം അവിടെ ഞാൻ ICU കടന്നിട്ടും എൻ്റെ അടുത്തൊന്നും വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. തരക്കട്ടില്ല, ഞാൻ എന്താ പറയുക, നോർമലായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡോക്ടർ വന്നില്ലെങ്കിലും എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയും ഒരു വെൻറ്റിലേറ്ററിലേക്ക് തന്നെ കിടത്തുന്ന വരെ അവസ്ഥ എത്തിയിട്ട് പോലും ഞാൻ ഒരു 8 മാസം 9 മാസം കൺസൾട്ട് ചെയ്ത് ഡോക്ടറൊന്നും വന്നില്ല എന്ന് പറഞ്ഞപ്പം അത് ഏതൊരാൾക്കും ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയായിരിക്കും. അങ്ങനെ എന്നെ എന്താ പറയുക, ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ എന്താ പറയുക കോഴിക്കോട് മിംസിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം ഞാനവിടെ ഒരു 5-6 ദിവസം അവിടെയും ICU കടന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു 1.5 സ്റ്റോറി ആയിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞതാണ്, ഡോക്ടർമാർ മരിച്ചു എന്ന് വരെ വിധി എഴുതിയതാണ്. അൽഹംദുലില്ലാഹ്, എന്തോ ഭാഗ്യത്തിന്, എൻ്റെ മക്കളുടെ ഭാഗ്യം കൊണ്ടോ എന്തോന്നറിയില്ല, ഞാൻ വീണ്ടും തിരിച്ചു വന്നു ജീവിതത്തിലേക്ക്. അപ്പം എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പം അവരുടെ എന്തെങ്കിലും പേഴ്സണൽ സാഹചര്യമൊക്കെ ഉണ്ടാവും. എന്നാലും ഏതൊരു പേഷ്യൻറ്റിൻ്റെ അടുത്തും ഒരു സെക്കൻഡ് വന്ന് പോകാനുള്ള സമയമൊക്കെ അവർക്ക് ഉണ്ടാവാതിരിക്കില്ല. കാരണം 1 ദിവസം 2 ദിവസം 3 ദിവസമല്ല ഞാനവിടെ കടന്നത്. അതും അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോലും കടന്നിട്ട് ഡോക്ടറൊന്നും വന്നു പോയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം എന്താ പറയുക, എന്തായാലും എനിക്കൊരു മോളായിരുന്നു ഉണ്ടായത്. പ്രസവമൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഡെലിവറി അല്ലെങ്കിലും സിസേറിയൻ ആണെന്ന് 3-4 സിസേറിയൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ഓവറി സിസ്റ്റ് ആയിരുന്നു. 3-ാമത്തതായിരുന്നു എനിക്ക് ഓവറി സിസ്റ്റ് ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം അതിൻ്റെ സ്റ്റോറി ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയാം, ഓവേറിയൻ സിസ്റ്റിനെ പറ്റിയിട്ട്. അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണിട്ട് എൻ്റെ ചിന്തിരി മോള്, മാഷാ അല്ലാ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.